ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്നേഹത്തിന്റെയും സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഈദ് മുബാറക്. അപ്പോൾ ഡേ 32 ഇന്നത്തെ സ്പെഷ്യൽ ഈദ് സ്പെഷ്യൽ തന്നെയായിരുന്നു. അതെല്ലാവരും കണ്ടതാണല്ലോ. അപ്പം ബിഗ് ബോസ് വീട്ടിലെ ഒരു സ്കിറ്റ് ഉണ്ടായിരുന്നു. അതിനെ കുറിച്ചിട്ടാണ് ഞാൻ ഇപ്പോൾ പറയുന്നത്. അതായത് നെക്സ്റ്റ് ടീം അവതരിപ്പിച്ച ഒരു സ്കിറ്റ്, ബാത്റൂം കീസ്. ഇപ്പോ വന്ന് എന്തിനും ഏതിനും ജാസ്മിൻ വേണമെന്ന അവസ്ഥയായി. അതായത് ജാസ്മിൻ ഉണ്ടെങ്കിൽ ഒരു കണ്ടന്റ് ഉണ്ട് എന്ന ലെവലിലാണ് ഇപ്പോൾ ബിഗ് ബോസ് വീടിന്റെ പോക്ക്. അപ്പൊ ഈ കഴിഞ്ഞ ദിവസം ഈ സ്കിറ്റ് ഉണ്ടാകാൻ തന്നെ കാരണം ഈ നെക്സ്റ്റ് ടീമാണ് ബാത്റൂം ക്ലീനിങ്. സോ ഇവര് ഇത് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ മുക്കിന് അവിടെ ഇവിടെയെല്ലാം ഈ ടിഷ്യൂ ഉണ്ടായിട്ട് അതെല്ലാം ഇവരിങ്ങനെ പെറുക്കിയെടുക്കുന്നുണ്ട്. പിന്നെയും വൃത്തിയാക്കി കഴിഞ്ഞിട്ട് പിന്നെയും ഈ ടിഷ്യൂ കാണുമ്പോൾ ഈ ടിഷ്യൂവിന്റെ ഉറവിടം അവർ നോക്കിയപ്പോൾ അത് ജാസ്മിന്റെ കയ്യിൽ നിന്നാണ് പോകുന്നത്. അപ്പോ ഈ മൂക്ക് തുടച്ചിട്ടും വായ തുടച്ചിട്ടും കൈ തുടച്ചിട്ടും അവിടെ ഇവിടെ ഇടുന്നത് ഒന്ന് മനസ്സിലാക്കണം. ഇല്ലെങ്കിൽ ഇപ്പൊ വൃത്തിയാക്കുന്നവർ വൃത്തിയാക്കട്ടെ എന്നുള്ളതും ആവാം. അതിനു മുൻപ് വേറൊരു സംഭവം ഉണ്ടായിട്ടുണ്ട്. അതായത് നമ്മുടെ ബോയ്സ് ആരോ ഷേവ് ചെയ്തിട്ട് റേസർ അതേപോലെ തന്നെ ബ്രഷ് എല്ലാം വെക്കുന്നതിൽ അങ്ങനെ വെച്ചിട്ടുണ്ടായിരുന്നു എന്നൊരു കംപ്ലൈന്റ് കൂടി ഉണ്ടായിരുന്നു. സോ ഈ ടിഷ്യൂ കൂടെ അവിടെ പെറുക്കി ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ടും വീണ്ടും അതുപോലെ ഇരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിന്റെ ആൾ ആരാണെന്ന് മനസ്സിലാക്കിയപ്പോൾ അപ്പൊ തന്നെ അത് സിബിൻ ആ ടിഷ്യൂ തൂക്കി നേരെ ശ്രീരേഖയുടെ അടുത്ത് വന്നിട്ട് പറയുന്നുണ്ട്, ക്യാപ്റ്റൻ ഞാനൊരു കാര്യം ബോധിപ്പിക്കുകയാണ്. ഇമാതിരി ഇനി ഇതെല്ലാം കണ്ടു കഴിഞ്ഞാൽ ഞാൻ ക്ലീൻ ചെയ്യില്ല, അതെല്ലാവരോടും പറഞ്ഞു വെച്ചോളൂ. ഇത്തരം വൃത്തികെട്ട സാധനങ്ങളെല്ലാം കൈകൊണ്ട് എടുക്കാൻ പ്രയാസമാണ്. ഒരു തവണ ക്ലീൻ ചെയ്യുമ്പോൾ എല്ലാം എടുക്കുക. ക്ലീൻ ചെയ്ത അതിന് ശേഷം വീണ്ടും അവിടെ ഇവിടെയെല്ലാം കാണുമ്പോൾ നടന്ന് പെറുക്കാനൊന്നും പറ്റൂല എന്നൊക്കെ പറയുന്നുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞ് അത് ഞാൻ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിന് ശേഷം പിന്നീട് പുള്ളി ഇങ്ങനെ ആലോചിച്ചിട്ട് നമുക്കൊരു സ്കിറ്റ് അങ്ങ് ചെയ്യണം. ഇത് എങ്ങനെയെന്ന് പറഞ്ഞാൽ ഇതൊക്കെ ഇവർക്ക് അറിയണം. അതിന് നമ്മൾ ഇതുപോലെ വേറെ ഏതെങ്കിലും ഒരു ഗ്രഹത്തിലെ ഒരു വലിയ പണക്കാരന്റെ വീടും നാട്ടുംപുറത്തിലെ ഒരു പാവപ്പെട്ടവനും തമ്മിൽ നമ്മൾ കമ്പയർ ചെയ്തുകൊണ്ട് വൃത്തിയുള്ളതും പണക്കാരന്റെ വീട്ടിൽ പണിക്കാര് ചെയ്യട്ടെ എന്ന് പറഞ്ഞ് വൃത്തികേടാക്കുന്നതും തമ്മിൽ ഒരു സ്കിറ്റ് ഉണ്ടാക്കി നേരത്തെ എല്ലാത്തിന്റെ വായ അടപ്പിക്കണം എന്ന് പറഞ്ഞ് ഇവരതിനൊക്കെ തയ്യാറാക്കുന്നുണ്ടായിരുന്നു. ഇങ്ങനെ അഭിനയിക്കണം എന്നെല്ലാം തയ്യാറാക്കുന്നുണ്ടായിരുന്നു. സോ അന്നത്തെ ആ പ്രാക്ടീസൊക്കെ കണ്ടപ്പോൾ കൊള്ളാലോ എന്നൊക്കെ തോന്നി. പക്ഷേ എൻ്റെ പൊന്നു, നമ്മൾ എപ്പിസോഡ് കണ്ടപ്പം എന്താ പറയാ, ശരിക്കും പറഞ്ഞാൽ വണ്ടർ അടിച്ചു പോയി. ഇതുപോലെ എവിടെന്നാണ് ഈ സിബിന്റെ തലയ്ക്കകത്ത് ഇത്രയും വലിയ പെർഫെക്റ്റ് ആയിട്ട് എന്താ പറയുക, ബിഗ് ബോസ് വരെ പറഞ്ഞു കഴിഞ്ഞു ടീം നെക്സ്റ്റ് അടിച്ചു പൊളിച്ചു. ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. കാരണം ഹൈജീനിക് അല്ലെങ്കിലേ ബിഗ് ബോസ് വീട്ടിനകത്ത് ഇല്ല എന്നുള്ളതാണ്. അപ്പൊ ഇതും കൂടി ആവുമ്പോഴോ ഒരാളെ വിളിച്ച് അത് ചെയ്ത ആളെ പറഞ്ഞു കാണിച്ചാൽ അവരൊരിക്കലും സമ്മതിക്കില്ല. അത് ശ്രീരേഖ പറഞ്ഞ കാര്യമാണ്. ഇനിയോ വെറുതെ തല്ലി വഴക്കുണ്ടാക്കാൻ നിൽക്കും. അവര് മനസ്സിലാക്കേണ്ടതാണ്, ചെറിയ കുട്ടികളൊന്നും അല്ലല്ലോ ഇങ്ങനെ വൃത്തികേടാക്കുന്നത്. മറ്റാളുകൾ ക്ലീൻ ചെയ്യാറുണ്ട്, എന്നാ പിന്നെ അവര് ചെയ്യട്ടെ, നമ്മൾ എന്തിനു ചെയ്യുന്നത് എന്നുള്ള ഭാവമാണ്. അത് പറഞ്ഞു കഴിഞ്ഞാൽ തമ്മിത്തല്ല് ഉണ്ടാകുന്ന അന്നേ ശ്രീരേഖ പറയുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു കൊട്ടു കൊടുക്കാനായിട്ടാണ് ഈ ഒരു സ്കിറ്റ് ഇവര് ഉണ്ടാക്കിയത്. എന്തായാലും അത് ആ സ്കിറ്റ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കാണിക്കുന്നത് ബിഗ് ബോസ് എന്താ പറയാ ജാസ്മിനെ തന്നെയാണ്. ജാസ്മിൻ ആണെങ്കിൽ ഇതാരായിരിക്കും എന്ന് ചിന്തിക്കുന്ന പോലെ ഇതാര് ആണോ എന്നെയാണോ എന്നൊക്കെ പറഞ്ഞിരിക്കുന്ന ഒരു എക്സ്പ്രഷൻ ഉണ്ട്. പക്ഷെ ജാസ്മിനെ തന്നെ അത് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അത് പൊളിയായിട്ടുണ്ട് സംഭവം. എനിക്ക് ശ്രീരേഖ ഭയങ്കര പെർഫെക്റ്റ് ആയിട്ട് ഇത്രയും നന്നായിട്ട് അത് ചെയ്യാൻ പറ്റും എന്നുള്ളത് ആ സമയത്ത് ഇവര് അഭിനയിച്ചിങ്ങനെ കാണിക്കുന്ന സമയത്ത് എനിക്ക് അത്ര അത് തോന്നിയില്ല. കാരണം കുറെ സമയം എടുത്തിട്ടാണല്ലോ ഇവര് ഡയലോഗ് അല്ലെങ്കിൽ ഇങ്ങനെ നിൽക്കണം, ഇത്തിരി സ്ഥലത്ത് അവര് റൂമിൽ പ്രാക്ടീസ് ഇങ്ങനെ നിൽക്കണോ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. പക്ഷെ ഇവിടെ അവതരിച്ചപ്പോൾ വളരെ എത്ര ഈസി ആയിട്ട് അവരൊക്കെ അത് കൈകാര്യം ചെയ്യും. അത് വേറെ സിബിന്റെ ഒരു സൗണ്ട് എഫക്റ്റ് കൂടിയാകുമ്പോ അയ്യോ നന്നായിട്ടുണ്ട്. അതേപോലെ തന്നെ ശ്രീരേഖ, എന്റെ ദൈവമേ, ആ ക്ലോസറ്റിൽ ഇരിക്കുന്ന സീന് അയ്യോ എക്സാക്ട് അത് തന്നെ. ആ എക്സ്പ്രഷനൊക്കെ എന്റെ ദൈവം ഇത്രയും ശ്രീലേഖയ്ക്കൊക്കെ അപ്പൊ എന്താ ശ്രീലേഖയുടെ പൊട്ടൻഷ്യലൊക്കെ വെളിയിലെടുക്കണം. കാരണം അവിടെ ഇവിടെ നിന്ന് ഒന്നിനും കൊള്ളൂല്ലാത്ത ഒരു ഭാവത്തിൽ ഇരുന്നാണ് ശ്രീരേഖ. അങ്ങനെയല്ല, ശ്രീരേഖയ്ക്ക് ഭയങ്കര കഴിവുണ്ട്. ഇതൊക്കെ പുറത്തെടുത്ത് എന്റെ പൊന്നോ ഫൈനൽ 5 വരയ്ക്കും പോകും. അപ്പോ വൈൽഡ് കാർഡ് വന്നതിൽ ഭയങ്കരമായിട്ട് സിബിൻ എന്താ പറയാ ബിഗ് ബോസ് വീടിന് ഒരു മെറ്റീരിയൽ എന്ന് പറയുന്നതിൽ എനിക്ക് അഭിഷേക് ശ്രീകുമാറിനെയും അങ്ങനെ തോന്നിയതാണ്. 2 ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളിയുടെ സൗണ്ടേ ഇല്ല. പക്ഷെ DJ സിബിൻ ഒന്നും പറയാനില്ല.
വേറെ ലെവൽ. ശരിക്കും പറഞ്ഞാൽ ഈ ടീം നെസ്റ്റ് വേറെ ഏതോ ലെവലിൽ പോയ പോലെ നല്ല ആക്ടിങ്. അതുപോലെ തന്നെ ശ്രീതും എത്ര വലിയ പണക്കാരന്റെ വീട്ടിലെ വാഷ് ബേസിനും കക്കൂസും കുളിമുറിയും, അതേപോലെ പാവപ്പെട്ട സുഗുണന്റെ വീട്ടിലെ വാഷ് ബേസിനും കക്കൂസും കുളിമുറിയും എല്ലാം അവതരിപ്പിച്ചത് ഭയങ്കര. ഇല്ലാത്തവന് പാവപ്പെട്ട വീട്ടിന്റെ അവരെത്രയാണ് ചെയ്ത് കഴിഞ്ഞ് അത് അങ്ങനെ വൃത്തിയാക്കിയിട്ട് പോകണം. ഉള്ളവന്റെ വീട്ടില് മൂക്ക് ഇങ്ങനെ ആക്കണു, ഗ്ലാസ്സിൽ തുടയ്ക്കണു, ഫൂ പറഞ്ഞ് തുപ്പണു. കാരണം പൈസ കൊടുത്തവൻ ഉണ്ടാവും, വേണമെങ്കിൽ വന്ന് ചെയ്യട്ടെ, നമ്മൾ എന്തിനു ചെയ്യുന്നു എന്നുള്ളതാണ്. അതാണ് വൃത്തികേടാക്കുന്നതിനെ കുറിച്ചിട്ടുള്ള നല്ലൊരു മെസ്സേജ്. ഇതിൽ പരം ഒരു മെസ്സേജ് സൊസൈറ്റിക്കും കൊടുക്കാനില്ല. അതേപോലെ തന്നെ വീട്ടുകാർക്ക് എന്താണ് ഈ ഷേവ് ചെയ്തിട്ട് വെച്ച ഒരു പരാമർശമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അത് ആര് ചെയ്ത്, ഇത് ക്യാമറ അതിനകത്ത് ഇല്ലാത്തതുകൊണ്ട് ആരാണ് അത് ചെയ്യുന്നതെന്നുള്ളത് അറിയുന്നില്ല. ഇനി അങ്ങനെ വെച്ച ആൾക്കാർക്ക് അത് ഓർമ്മയില്ലെന്ന് തോന്നുന്നു. എല്ലാവരും തമ്മിൽ അത് പറയുമ്പോൾ ആകുള്ള നമ്മുടെ ആൺ പ്രജകൾക്ക് ഞാനാണോ വെച്ചത് നീയാണോ എന്ന് വെച്ചത് ആരും മിണ്ടുന്നില്ല. ചെയ്തവര് ഇനി പറഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ പറയുന്നില്ല. അതേപോലെയാണ് ഈ മൂക്ക് തുടച്ച് വായ തുടച്ചിട്ടും ലിപ്സ്റ്റിക്കും എല്ലാം തുടച്ച് അവിടെ ഇങ്ങനെ ഇരുന്നത്. ഒരു ടീം ഉണ്ടല്ലോ, ക്ലീനിങ് ടീം ഉണ്ടല്ലോ, അവര് ഡ്യൂട്ടി എന്താണ്, അവര് ഒരു തവണ ചെയ്ത് കഴിഞ്ഞ് പിന്നെ മിണ്ടാതിരിക്കില്ലേ, എന്നാൽ പിന്നെ എല്ലായ്പ്പോഴും ചെയ്യട്ടെ എന്നുള്ള ഭാവമായിരിക്കാം. അവർക്ക് ഇട്ടൊരു അടി കൊടുത്താണ് സിബിന്റെ ഈ സ്കിറ്റ്. അന്നേ സിബിൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതിനെ തടയണം, ഇനി ഇങ്ങനെ വിട്ടു കഴിഞ്ഞാൽ ശരിയാവില്ല. നമ്മൾ നേർക്കുനേർ പറയുമ്പോഴാണ് വലിയ പ്രശ്നത്തിലേക്കൊക്കെ പോകുന്നത്. ഇനി ഞാൻ വന്നു കഴിഞ്ഞത് ഒരു പ്രശ്നം ഉണ്ടാക്കി എന്നുള്ളതില്ല. അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ ഒരു സ്കിറ്റ് ഉണ്ടാക്കുന്നു, അതിങ്ങനെ അവതരിപ്പിച്ച് കാണിക്കുന്നു. ഇതിൽ കൊള്ളേണ്ടവർക്ക് കൊള്ളണം, ആ രീതിയിലായിരിക്കണം നമ്മളുടെ അവതരണം എന്ന് പറയുന്നുണ്ടായിരുന്നു. എന്തായാലും കൊള്ളേണ്ടവർക്ക് കൊണ്ടോ എന്നറിയില്ല, പക്ഷെ പ്രേക്ഷകർക്ക് മനസ്സിലായി ആര് എന്തൊക്കെ ചെയ്തു എന്നുള്ളതും. ഇത് എത്ര വലിയ മെസ്സേജാണ് ഈ സൊസൈറ്റിക്ക് കൊടുത്തത്. അടിച്ച് പൊളിച്ചു എന്ന് പറഞ്ഞാൽ ബിഗ് ബോസ് പറഞ്ഞ പോലെ അടിച്ച് പൊളിച്ചു ടീം നെസ് എന്ന് പറയില്ല, പൊള്ളിയായിട്ടുണ്ട്. അപ്പം വൈൽഡ് കാർഡ് വന്നവരില് വീടൊന്ന് നന്നായിട്ടൊന്ന് ഓണാകുകയും ചെയ്തു. സിബിൻ പോയി പെട്ട ടീമിന് ഇതൊരു ലക്കുമായി. കാരണം അവര് ആകെ ഉള്ളത് പിന്നെ 3 ഗേൾസ് ആണ്, ശ്രീരേഖയും അൻസബിയും ശ്രീതും. വലിയ ബഹളങ്ങളിലൊന്നും പോകാത്ത 3 പേർക്ക് അവരുടെ കഴിവ് വെളിയിൽ കൊണ്ടുവരാൻ സിബിൻ വന്നത് നല്ലൊരു അനുഗ്രഹമായി അവർക്ക്. അവർ 3 പേർക്ക് പകരം വേറെ ആരെങ്കിലും വന്നിരുന്നെങ്കിൽ കുറച്ചും കൂടി ശോകത്തിൽ പോയിരുന്നേനെ. കാരണം 3 പേരും വലിയ നിലപാടുകൾ എടുത്ത് മറ്റുള്ള ബഹളങ്ങൾക്കിടയിൽ പോകാത്ത ആളുകളാണ്. സോ അപ്പൊ അവർക്ക് ഇതുപോലെയൊക്കെ ഒരു ഫണ്ണായിട്ട് കൊണ്ടുവന്ന, ഇതിപ്പോ ഒരു നല്ലൊരു ഫണ്ണായിട്ട് കൊണ്ടുവന്നുകൊണ്ട് ആരെയും ഹേർട്ട് ചെയ്യുന്നില്ല, ഒരു പേരെടുത്ത് പറയുന്നില്ല. ക്യാമറ മാത്രമേ നമ്മൾക്ക് ഇങ്ങനെ കാണിച്ചു തരുന്നുള്ളൂ, പക്ഷെ അവർക്കിടയിൽ അത് ആര് ചെയ്തു എന്നുള്ളതൊന്നും അറിയുന്നില്ലല്ലോ. അതുകൊണ്ട് ഫണ്ണായിട്ട് അവരെ അവതരിപ്പിക്കുമ്പോൾ ആരെയും കുത്തി നോവിക്കുന്നുമില്ല, പരസ്പരം ചൂണ്ടിക്കാട്ടുന്നുമില്ല, നാണം കെടുത്തുന്നില്ല ആ ലെവലിലൊക്കെ. എന്നാൽ ഇതിങ്ങനെ പറയുമ്പോൾ ഇത് ലാസ്റ്റ് പറയേണ്ട ഇത് നിങ്ങളാണോ, നിങ്ങളിൽ ആരെങ്കിലും ആണോ എന്നൊക്കെ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഇത് ക്യാമറ ടെലികാസ്റ്റ് ചെയ്യും. അപ്പൊ ഇങ്ങനെ എന്തെങ്കിലും ഇനി നമ്മൾ അതിനകത്ത് ചെയ്തു കഴിഞ്ഞാൽ ഇത് വെളിയിൽ പോകും എന്ന് മനസ്സിൽ ധരിച്ചുകൊണ്ട് സ്വയം ക്ലീനിങ്കാർക്ക്, നമ്മുടെ വൃത്തികേട് ക്ലീനിങ്കാരെ കൊണ്ട് ക്ലീൻ ചെയ്യിപ്പിക്കാതെ നമ്മൾ തന്നെ സ്വയം നേരിയേക്കൽ നമ്മൾക്ക് നല്ലതാണ്, നമ്മൾ അതൊരു മാതൃകയാകണം എന്ന് ചിന്തിച്ചുകൊണ്ട് മാറാൻ ഉദ്ദേശമുള്ളവര് മാറാനുള്ള സാധ്യതയുണ്ടല്ലോ. അതൊരു നല്ല മെസ്സേജ് അല്ലേ. അപ്പൊ എനിക്ക് ഭയങ്കര ഇഷ്ടമായ ആ ഒരു സ്കിറ്റ്, അതാണ് നിങ്ങളുമായിട്ട് ഞാൻ ഷെയർ ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് ഈ വീഡിയോ ചെയ്ത്. അപ്പൊ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ബോക്സിൽ വന്ന് നിറയട്ടെ. അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.